എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രാഗ്രൻസസ് ആണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു തീർക്കും. ബഡ്ജറ്റ് ഏത് ഏജ് ഗ്രൂപ്പിനാണ് നല്ലത്, എത്ര പ്രൊജക്ഷനുണ്ട്, എത്രമാത്രം ഇത് ലാസ്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് വിവരങ്ങൾ. പിന്നെ എവിടെ തപ്പണം എന്നൊക്കെ കുറച്ച് ഒരു വിവരം കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഞാൻ പറയാം, ഇത് എവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ലത്താഫ എന്ന് പറഞ്ഞൊരു മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡിൻ്റെ ഫ്രാഗ്രൻസസ് തന്നെ തുടങ്ങാം. ഇത് അസദ്, ലത്താഫ അസദ് എന്ന് പറയും, ASAD അസദ്. അസദ് ഇതൊരു ഡിയോർ സവാഷ് എലിക്സറിൻ്റെ ക്ലോണാണ്. 2000 രൂപ ചുവടെ തന്നെ നമുക്ക് കിട്ടും ഫ്രാഗ്രൻസ്. അപ്പം ഇത് നല്ലൊരു ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് ആണ്. പിന്നെ കുറച്ച് ഡിയോർ സവാഷ് എലിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് സ്കൂൾ ന്യൂ സ്കൂൾ വൈബ് കമ്പൈൻ ചെയ്യുന്ന നല്ലൊരു ഹെർബൽ സ്വീറ്റ് സ്മെല്ലാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. അപ്പം ഡിയോർ സവാഷിൻ്റെ ആ ഒരു സ്മെല്ലും ഒരു ഹെർബൽ സ്മെല്ലും കൂടെ കൂട്ടി ഒരു ഹൃദ്യമായ ഒരു മണമാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ഒരു 10 സ്പ്രേ ഒക്കെ വരെ നിങ്ങൾക്ക് അടിക്കാം. ഞാൻ അടിക്കുന്നത് മിക്കവാറും 16 എണ്ണം വരെയൊക്കെ പോകും കേട്ടോ. 20 എണ്ണമൊക്കെ വരെ ചിലപ്പോൾ പോകും. 4 ഇവിടെ, 4 ഇവിടെ, 4 ഇവിടെ, 4 ബാക്കിൽ, പിന്നെ 2 തോളത്തും ഈ 2 എണ്ണം വീതം. അങ്ങനെ 20 എണ്ണം ഞാൻ അടിക്കാറ് സാധാരണ. അങ്ങനെ എല്ലാവരും അത്ര അടിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ നിങ്ങൾ സിറ്റുവേഷൻ മനസ്സിലാക്കി അടിക്കുക. ക്ലോസ് എൻകൗണ്ടേഴ്സാണ് വരുന്നതെങ്കിൽ ഒരുപാട് സ്പ്രേ അടിക്കേണ്ട. ഔട്ട്ഡോറാണ് പോകുന്നതെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ കൂടുതൽ അടിക്കണം. അപ്പോൾ അതുപോലെ അടിക്കുക. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എല്ലാ വിഭാഗക്കാർക്കും, സ്റ്റുഡൻസ്, ഈ പറഞ്ഞ പോലെ യൂത്ത്, കുറച്ച് പ്രായമായവർ, എല്ലാവർക്കും ഓൾ ഇയർ റൗണ്ട് അടിക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസാണ്. അത്രയ്ക്കങ്ങ് ഓഫീസ് സേഫ് അല്ല. അതുകൊണ്ട് ഓഫീസ് യൂസ് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. കാരണം അടുത്തിരിക്കുന്ന ആൾക്ക് കുറേ മണത്ത് കഴിയുമ്പോൾ മടുപ്പ് വരാനുള്ള സാധ്യതയുള്ളൊരു ഫ്രാഗ്രൻസാണ് കേട്ടോ. ഡിയോർ സവാഷ്, അത് ലത്താഫ് അസദ്, ഡിയോർ സവാഷ് എലിക്സറിൻ്റെ ക്ലോൺ. എലിക്സർ വാങ്ങിക്കണമെന്നില്ല, കാരണം അതിന് 18,000 രൂപ. ഇതിന് ഒരു 1500 രൂപ മുതൽ 2000 രൂപയ്ക്ക് വരെ ആമസോണിൽ ഇന്ത്യയിൽ അവൈലബിളാണ്, നമ്മുടെ നാട്ടിൽ കേട്ടോ. ആമസോൺ ഇന്ത്യയിൽ അവൈലബിളാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലത്താഫയുടെ മാഹിർ ലജസി എന്ന് പറയും. മാഹിർ ലജസി ഇത് ഇങ്ങനെ ഒരു കുതിരയുടെ പടമൊക്കെ, കുതിരനെ പോലുള്ളൊരു ബോട്ടിലൊക്കെ വരുന്ന ഇത് ഊരി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും കണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെർഫ്യൂംസ് ഡി മാർലി സെഡ്ലി എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഭയങ്കര സിട്രസുകളാണ്, കുറേ നാരങ്ങ ചേർന്ന ഒരു ഫ്രാഗ്രൻസാണ്. നല്ല ഫ്രഷ് ഫ്രാഗ്രൻസാണ്. ഒരു 6-7 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യും. ഉപയോഗിക്കുന്നത് സ്റ്റുഡൻസ്, കോളേജ് സേഫ്, ഓഫീസ് സേഫാണ്. എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓൾ ഇയർ റൗണ്ട് ഉപയോഗിക്കാം. കുറച്ചുകൂടി ഡേ ടൈം യൂസിനാണ് നല്ലത്. നല്ല ചൂട് വെളിയിലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആയത്. നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. നല്ലൊരു ഹൃദ്യമായ സ്മെല്ലാണ് ഇതിനകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രോപ്പർ ടെസ്റ്റ് സ്ട്രിപ്പില്ല, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച്. അതൊന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് അടിക്കും. ഇപ്പം അതിനകത്ത് ഞാൻ ഒന്ന് അടിച്ചതേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട്. അപ്പം അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 2000 രൂപയുടെ ചൂടെ കിട്ടുന്ന ഫ്രാഗ്രൻസ്. ചില ആമസോണിലൊക്കെ നോക്കിയിരിക്കണം പ്രൈസ് ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു 2500 വരെ കൊടുക്കേണ്ടി വരും. എന്താണെങ്കിലും ഇത് 10-30,000 രൂപ വിലയുള്ള ഒരു പെർഫ്യൂംസ് ഡി മാർലി സെഡ്ലി എന്ന് പറഞ്ഞ ഫ്രാഗ്രൻസിൻ്റെ ക്ലോണാണ്. നന്നായിട്ട് പെർഫോം ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ ലത്താഫ ഫഖർ ബ്ലാക്കാണ് കേട്ടോ. ഫഖറിൻ്റെ വേറൊരു സാധനം കൂടെ ഉണ്ട്, ബ്ലാക്ക് നോക്കിയെടുക്കണം. മറ്റത് എനിക്കറിയില്ല, ഞാൻ മണത്തിട്ടില്ല ഫ്രാഗ്രൻസ്. ഇത് ഫഖർ ബ്ലാക്ക്, ഇത് YSL YEDPയുടെ ക്ലോണാണ്. നല്ല ഫ്രാഗ്രൻസാണ്. ബ്ലൂ ഡി ഷാനലിനേക്കാളും ഡിയോർ സവാഷിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഫ്രാഗ്രൻസാണ്. ഒറിജിനൽ YSL YEDP ഇതിന് മുന്നിലൊന്നുമല്ല. ഇതിൻ്റെ പകുതി പ്രൊജക്ഷൻ ഇതിനില്ല. ഇതൊരു 20 സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ഒരു നല്ലൊരു സെൻ ക്ലൗഡ് രൂപപ്പെടും. ആപ്പിൾ, ബെർഗമോട്ടൊക്കെ ആയിട്ട്, ലാവെൻഡറൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു മണമാണിത്. നല്ലൊരു ഹൃദ്യമായ മണമാണ്. നിങ്ങൾ മേടിച്ചടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഉറപ്പായിട്ടും ചോദിക്കും ഇതെവിടെ നിന്ന് ഈ നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഓഫീസ് സേഫാണ്. കോളേജിൽ പോകുന്ന ആൾക്കാർക്ക്, സ്കൂളിൽ പോകുന്ന ആൾക്കാർക്ക് ഓഫീസ് സേഫാണ്. എവിടെ പോയാലും ഫംഗ്ഷന് പോയാലും ഒക്കെ അടിക്കുക. ഓൾ ഇയർ റൗണ്ട്, അതായത് വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം, ഇതൊന്നും ഒരു പ്രശ്നമല്ല. എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നൈറ്റിൽ യൂസ് ചെയ്യാം, ഡേയിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫ്രാഗ്രൻസ്. 2000 രൂപ ചൗടെ കിട്ടും. 2000 രൂപയുടെ അകത്തേ ആവുള്ളൂ. ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ലത്താഫ ഫഖർ ബ്ലാക്ക്, നിങ്ങളത് ശ്രദ്ധിക്കണം. ലത്താഫ ഫഖർ എന്നാണ് അവർ എഴുതുക. പിന്നെ ഇത് കണ്ടത് ഈ സാധനം ഇതുപോലെ തന്നെ പടത്തിനകത്ത് കാണും. ഈ നടുക്കൊരു സ്റ്റീൽ, ചുറ്റും ബ്ലാക്ക് കേട്ടോ. പിന്നെ ബാക്കിലുള്ള സാധനത്തിൻ്റെ പടം അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണും. ഈ മീനിൻ്റെ ചെതുമ്പിലൊക്കെ പോലത്തെ ഒരു ബോട്ടിലാണ്.
ഡിസൈൻ ഒരു ഇച്ചിരി വിയേഡാണ്. ലത്താഫ ഫ്രാഗ്രൻസുകൾ, മിഡിൽ ഈസ്റ്റേൺ ഫ്രാഗ്രൻസുകളെല്ലാം ഡിസൈൻ കുറച്ച് വിയേഡായിട്ട് ഇറക്കാറ്. ചിലർക്കത് ഇഷ്ടമാണ്, ചിലർക്കത് ഇഷ്ടമല്ല. നമ്മൾ ഡിസൈനോ ബോട്ടിലോ ഡിസൈനോ ഒന്നും നോക്കത്തില്ല. അതിനുള്ളിൽ നിന്ന് വരുന്ന മണം എന്തോ അതാണ് പ്രധാനം. YSL EDP ഇത് ഉറപ്പായിട്ടും തോൽപ്പിക്കും. അടിപൊളി സാധനമാണ്. ആ പറഞ്ഞ YSL EDP ഒരു 80, അതായത് ഒരു 8000 രൂപ വിലയുണ്ട് കേട്ടോ, 100 മില്ലിക്ക്. ഇനി നമ്മൾ പോയി കഴിഞ്ഞാൽ ലത്താഫ ഹയാത്തി എന്ന് പറയും. ഹയാത്തി ഈ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഇൻവിക്ടസ് അക്വ എന്ന് പറഞ്ഞ ഒരു പാക്കോ റബാനയുടെ ഫ്രാഗ്രൻസ് ഉണ്ട്. ഈ പാക്കോ റബാൻ്റെ ഇൻവിക്ടസ് അക്വ ലോകത്ത് ഭയങ്കര ഫേമസ് ആയ ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം അതിൻ്റെ ക്ലോണാണിത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഈ പറഞ്ഞ പോലെ ബബിൾ ഗമ്മി സ്വീറ്റ്നെസ് ആണ് ഇതിനുള്ളത്. അപ്പം ഇത് ഫങ്ഷൻസിനും ഡേ ടൈമിലും നൈറ്റ് ടൈമിലും ഒക്കെ യൂസ് ചെയ്യാം. അത്ര ഓഫീസ് സേഫാണെന്ന് ഞാൻ പറയുക. നല്ല മണം കേട്ടോ. ഇൻവിക്ടസ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. അത്ര ഓഫീസ് സേഫ് ആണെന്ന് ഞാൻ പറയുകയല്ല, പിന്നെ ഒഫെൻസീവ് അല്ല. ആരും തല ഇറങ്ങി ഛർദ്ദിക്കത്തൊന്നുമില്ല. നിങ്ങൾ തിരിച്ചറിയുക കേട്ടോ. നല്ലൊരു ഇത് ഈ പറഞ്ഞ പോലെ ഒരു 2000 രൂപയുടെ ഉള്ളിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നല്ല രീതിയിൽ ഒരു 4-5 മണിക്കൂർ ലോഞ്ചിവിറ്റി ഉണ്ട്. പ്രൊജക്ഷൻ ഒരു 3 മണിക്കൂറൊക്കെ ചെയ്യും നല്ല രീതിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ സ്കിൻ സെൻ്റായിട്ട് വരും. പക്ഷേ എങ്കിൽ സ്റ്റിൽ ആൾക്കാർ തിരിച്ചറിയും. എന്നോട് 6 മണിക്കൂർ കഴിഞ്ഞ ഒരാളുകൾ ചോദിച്ചിട്ടുണ്ട് എന്നെ അടിച്ചിരിക്കുന്നത് കേട്ടോ. ഒറിജിനൽ ഇൻവിക്ടസിനോട് കിട പിടിച്ച് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ നിൽക്കുന്ന ഒരു സാധനം ഇത് കേട്ടോ. ലത്താഫ ഹയാത്തി കേട്ടോ, ഹയാത്തി. ഇനി അടുത്തത് കുറച്ച് ഒരു 20,000 രൂപ മേളിൽ വിലയുള്ളൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. റോജ LICM എന്ന് പറയും. അത് ഈയിടെ ഹാർദിക് പാണ്ഡ്യയൊക്കെ അടിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് എന്നുള്ള രീതിയിൽ ഫേമസ് ആയിരുന്നു. ഭയങ്കരം സബ്റ്റിൽ മണമാണ്. അതായത് ഇത് മുഖത്ത് അടിച്ച പോലത്തെ ഒരു മണം ഇങ്ങനെ വരത്തില്ല. നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരു മൈൽഡ് സ്മെൽ അങ്ങനെ നിൽക്കും. ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും ആ മൈൽഡ് സ്മെല്ല്. പക്ഷേ ലോഞ്ചിവിറ്റി ഒരു 4 മണിക്കൂറിന് മേളിൽ നിൽക്കത്തില്ല. നിങ്ങളൊരു ഡീക്കൻ്റ് ബോട്ടിൽ, അതായത് ചെറിയ ഡീക്കൻ്റ് ബോട്ടിൽ കിട്ടും, 10-40 രൂപയേ ഉള്ളൂ. അതിനകത്ത് ഇതെടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ടോപ്പപ്പ് ചെയ്ത് കഷ്ടപ്പെടുന്ന എന്തിനാ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടോപ്പപ്പ് ചെയ്ത് കഷ്ടപ്പെടുന്നത് ഇതിൻ്റെ മണം അത്രയ്ക്ക് നല്ലതാണ്. നല്ല ഫ്രിസ്സി കൊക്കോകോള ഫ്രഷ് വൈബാണ് ഇത് തരുന്നത്. സിട്രസി കൊക്കോകോള ഫ്രഷ് വൈബ്. ഇതിൻ്റെ ഒറിജിനൽ ഫ്രാഗ്രൻസിൻ്റെ ബോട്ടിലുണ്ട്, കാണിച്ചു തരാം. എവിടെ ഒറിജിനൽ ഫ്രാഗ്രൻസ് ഇതാണ്. റോജ LICM എന്ന് പറയും കേട്ടോ. റോജ LICM ഇത് ഞാൻ റിവ്യൂ ചെയ്തോളാം പിന്നീട്. ഇത് ഒറ്റയ്ക്ക് തന്നെ റിവ്യൂ ചെയ്യേണ്ട ഒരു സാധനം. അത്രയ്ക്കൊരു ഫിനോമിനൽ ഫ്രാഗ്രൻസ് ആയത്. അപ്പോൾ ഇതുണ്ടത്, ഇതാണ് ഒറിജിനൽ റോജ LICM. ഇതിൻ്റെ ക്യാപ്പും ഒക്കെ ആയിട്ടുള്ള സിമിലാരിറ്റി നോക്കി ഇതിന് കണ്ടോ. ഇതാണ് ഒറിജിനൽ റോജ LICM. ഇത് ഫ്രാഗ്രൻസ് വേൾഡിൻ്റെ ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇതിനുള്ള സിമിലാരിറ്റി ഉണ്ടോ. ക്ലോണാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. ഭയങ്കര റൗണ്ടഡ് അപ്പ് ഫ്രാഗ്രൻസ്. ഇത് ഞാൻ പിന്നെ റിവ്യൂ ചെയ്യാം. ഇത് ഇച്ചിരി ലക്ഷറിയാണ് ഇത് സാധനം. 20,000 രൂപയ്ക്ക് മേളിലാണ്. അത് ശരിക്കും ഇത് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഞാനിതാണ് ഉപയോഗിക്കാറ്. ഇത് പകുതി വരെ ഞാൻ അടിച്ചിട്ടുണ്ട്. മറ്റത് ഞാൻ അധികം അങ്ങ് ഉപയോഗിക്കാറില്ല. കാരണം വില കൂടുതലായത് കാരണം. അത് കൊള്ളാഞ്ഞിട്ടല്ല, അതിന് വില കൂടുതലായത് കാരണം. അത്രയും അടിച്ച് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഇതുള്ളപ്പം ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. 95% സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഒറിജിനലായിട്ട്. ഇനിയുള്ളത് 4 വളരെ നല്ല ഫ്രാഗ്രൻസാണ്. ഒന്ന് അഫ്നാൻ 9 AM ഡൈവ് എന്ന് പറയും. അഫ്നാൻ 9 AM ഡൈവ്. അഫ്നാൻ 9 PM എല്ലാവർക്കും അറിയാം. ജോംബോ ഗുൽജിയറിൻ്റെ അൾട്രാ മൈലിൻ്റെ ഒരു കോപ്പിയാണ് അത്. അഫ്നാൻ 9 AM ഡൈവ് ഒന്നിൻ്റെയും കോപ്പിയല്ല. ബ്ലൂ ഡി ഷാനലിനോട് സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ ബ്ലൂ ഡി ഷാനലിൻ്റെയും കോപ്പിയൊന്നുമല്ല. ബ്ലൂ ഡി ഷാനലുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നല്ല ഫ്രഷ് സിട്രസി ഓറഞ്ചസ് ഒക്കെ ആയിട്ടുള്ളൊരു വൈബ്. ഇതിൻ്റെ ക്യാപ്പ് ഭയങ്കര ഹെവിയാണ്. ടൈൽസിലൊന്നും വീണ് പൊട്ടാതെ നോക്കണം കേട്ടോ. അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ടൈൽസിൽ വീണാൽ ടൈൽസ് പൊട്ടും, ഇത് പൊട്ടത്തില്ല. അപ്പോൾ ഇതാണ്ടോ അഫ്നാൻ 9 AM. ഈ ബോട്ടിൽ കണ്ടോ, ഭയങ്കര നല്ല ഫ്രഷിയാണ്. എൻ്റെ ഈ കുറച്ച് ദിവസം ആയതുള്ളൂ കിട്ടിയിട്ട്. ഞാൻ പയ്യെ ഉപയോഗിച്ച് വരുന്നുള്ളൂ കേട്ടോ. നല്ലൊരു ഫ്രഷ് അഫ്നാൻ 9 AM ഡൈവ് കണ്ടോ. 9 AM ഡൈവ് ഇതിനൊരു 3000-ന് മേളിലാവും ഇന്ത്യയിൽ കേട്ടോ. നമ്മുടെ കേരളത്തിൽ 3000-ന് മേളിലാവും. അപ്പം അതൊരു നല്ലൊരു ഫ്രാഗ്രൻസാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡൺഹിൽ ഡിസയർ. ഈയിടെ ഷാരൂഖ് ഖാൻ ഫേമസ് ആക്കിയൊരു സാധനം. ഇത് ഓൾ ഏജ് ഗ്രൂപ്പ്. അത് പറഞ്ഞു. ഇത്
ഡേ ടൈം നൈറ്റ് ടൈം എവിടെ വേണമെങ്കിലും വെയർ ചെയ്യാം. ചൂടുള്ളപ്പം നല്ല ചൂടുള്ളപ്പം വെയർ ചെയ്യാൻ പറ്റിയ ഫ്രാഗ്രൻസ് ആണ്. ഓൾ ഏജ് ഗ്രൂപ്പാണ്. കോളേജ്, ഓഫീസ്, സ്കൂള് എല്ലായിടത്തും സേഫാണ്. നല്ല രീതിയിൽ പ്രൊജക്ഷൻ തരും. 5-6 മണിക്കൂർ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. ആദ്യത്തെ 3-4 മണിക്കൂർ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്തത് പക്ഷേ നിങ്ങളൊരു 20 സ്പ്രേ വരെ കൊടുക്കണം കേട്ടോ. ഞാൻ അത്രയും കൊടുക്കാറുണ്ട്. അടുത്തത് ഡൺഹിൽ ഡിസയർ. ഇത് മണത്ത് നോക്കിയിട്ട് എടുക്കാവുള്ളൂ. ചിലർക്ക് ഇത് അത്ര ഇഷ്ടപ്പെടാറില്ല. ഇത് വേർപ്പുമായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അതാണ് ഇതിൻ്റെ ഒരു ഹോൾമാർക്ക്. നന്നായിട്ട് വേർക്കുന്നവർക്ക് ഈ ഫ്രാഗ്രൻസ് വളരെ നല്ലതാണ്. നന്നായിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 മണിക്കൂർ ഇത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഡിപ്റ്റിക് ടാംഡാവുമായിട്ട് മിക്സ് ചെയ്ത് ഷാരൂഖ് ഖാൻ അടിക്കുന്ന സാധനം ഇത്. എൻ്റെ ഈ ടാംഡാവും ഇല്ല, ഞാനത് മിക്സ് ചെയ്ത് അടിച്ച് നോക്കിയിട്ടില്ല. അപ്പം മിക്സ് ചെയ്ത് അടിച്ചിട്ട് ഞാൻ പറയാം അതെങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഞാനങ്ങനെ ഫ്രാഗ്രൻസ് ഒരുപാട് ലെയർ ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ്. അടുത്തത് നല്ലൊരു ഐക്കോണിക് ഫ്രാഗ്രൻസ് ആണ്. അർമാഫ് ക്ലബ് ഡി ന്യൂയി സിയാഷ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് സിയാഷ് എന്ന് പറഞ്ഞാൽ സെൻട്രയിൽ, അതായത് നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ തങ്ങി നിൽക്കുന്ന മണം എന്നതിൻ്റെ അർത്ഥം. ഇത് ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടറിൻ്റെ ഒരു ക്ലോണാണ്. റസാസയുടെ ഒരു അൽവിസാം ഡേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇതാണ് കേട്ടോ. ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടറിൻ്റെ ക്ലോണാണ്. നല്ല ഫ്രഷ് സിട്രസി ഫ്രാഗ്രൻസ് ആണ്. ഓഫീസ് സേഫാണ്. എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇതുണ്ടോ, അനങ്ങുന്നുണ്ടോ? ഞാൻ അവിടം വരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ എപ്പോഴും ഞാൻ അടിച്ചുകൊണ്ട് പോകാറുണ്ട്. വളരെ നല്ല സാധനമാണ്. ഭയങ്കര ഫ്രഷ് സിട്രസാണ്. ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടർ അറിയാവുന്നവർക്കറിയാം. അത് ഭയങ്കര നല്ലൊരു ഫ്രാഗ്രൻസാണ്. അടുത്തത് അഫ്നാൻ തുറാത്തി ബ്ലൂ. തുറാത്തി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്നാൻ തുറാത്തി ബ്ലൂ കേട്ടോ. ഇത് ബൾഗാരി ടൈഗറിൻ്റെ ക്ലോണാണ്. ഭയങ്കര ഫ്രഷ് സിട്രസാണ്. ഇപ്പം ഞാൻ ഇത്രയും പരിചയപ്പെടുത്തതിൽ ഏറ്റവും ഫ്രഷ് ഫ്രാഗ്രൻസ് ഇതാണ്. ഏറ്റവും ഫ്രഷാണ്, ഏറ്റവും ലോങ് ലാസ്റ്റിംഗുമാണ്. ഒരു 3000-ന് മേളിലാകും. ഓഫീസ് സേഫ്, സ്കൂൾ സേഫ്, എല്ലായിടത്തും പോയാൽ നല്ല രീതിയിൽ നാരങ്ങ മണക്കുന്ന പോലെ മണക്കും. ഭയങ്കര അടിപൊളിയാണ്. വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക. നല്ല മണം കേട്ടോ. ഒരു 2-3 മണിക്കൂർ നല്ല പ്രൊജക്ഷനും ഉണ്ട്. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊരു ഫിനോമിനൽ സാധനമാണ്. ബെന്റ്ലി ഫോർമാൻ ഇൻറ്റൻസ് എന്ന് പറയും. ഇത് ഒരു അംബറി വുഡി ഫ്രാഗ്രൻസ് ആണ്. നമ്മുടെ ജെയിംസ് ബോണ്ടിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് അടിക്കുന്നൊരു അടിപൊളിയാണ്. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഭയങ്കര മാൻലിയാണ്. പവർ ഫീൽ ചെയ്യും. നമ്മുടെ ഒരു ഫ്രാഗ്രൻസ് റിവ്യൂവറുണ്ട്, ജെറമി എന്ന് പറയും. പുള്ളി പറയുന്നതല്ലോ പവർ ബേബി പവർ എന്ന് പറയുന്നൊരു സാധനമാണിത്. ഇത് എല്ലാ സീസണിലൊന്നും പറ്റത്തില്ല. തണുപ്പുള്ളപ്പോൾ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ഓഫീസ് സേഫ് ഒന്നുമല്ല. നിങ്ങൾ വേറെ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അടിക്കാൻ പറ്റും. നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. 3-4 മണിക്കൂർ കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ലോഞ്ചിവിറ്റി ഒരു 6-7 മണിക്കൂറുണ്ട്. നല്ല ബീസ്റ്റ് മോഡ് സാധനമാണ്. നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യും. വുഡി അംബറി ഫ്രാഗ്രൻസ് ആണ്. നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യും ഇത് അടിച്ചു കഴിഞ്ഞാൽ. അതാണ് ഇത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ ഉണ്ട്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു വിട്ടതാണ്. നിങ്ങൾക്ക് ഏതിനെക്കുറിച്ചെങ്കിലും ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ കമൻറ്റ് ഇട്ടേക്കാം അതിൻ്റെ ഇടയിൽ കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓൾ റൈറ്റ്. അപ്പം ശരി, ടേക്ക് കെയർ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.